ഇത് കഴിക്കാനായിട്ട് നമുക്ക് ലെപ്പേർഡ് അടക്കം വന്നിട്ടുണ്ട്. ക്രൊക്കഡൈൽ മുട്ടയിട്ട ഒരു ഭാഗമാണ്. ഡാമിൽ നമുക്ക് ക്രൊക്കഡൈലുണ്ട്. ക്രൊക്കഡൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകർ ക്രൊക്കഡൈലാണ് ഉള്ളത്. ആ ക്രൊക്കഡൈൽ ഇപ്പോൾ എഗ്ഗിൻ്റെ സീസണാണ്, മുട്ടയിടുന്ന സീസണാണ്. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവിടെ ഇത് കരയിൽ കയറി വന്നിട്ട് ഒരു 1-1.5 മീറ്ററോളം കുഴി മാന്തിയതിന് ശേഷം അത് മുട്ട കറക്റ്റ് സ്റ്റെപ്പായി അടുക്കും. മുട്ടയിട്ട് കറക്റ്റ് സെറ്റാക്കിയതിന് ശേഷം ആ മണ്ണ് മൊത്തം മൂടും, അടച്ചിട്ടതിന് ശേഷം ഇത് വന്നിട്ട് മിക്കവാറും രാത്രികളിലാണ് കയറി കിടക്കുന്നത്. പകല് ശല്യമില്ലെങ്കിലും കയറി കിടക്കും. മണ്ണിന്റെ ചൂടും പിന്നെ ഈ അതിന്റെ ശരീരത്തിന്റെ ബോഡി ചൂടും കൂടെ ആയിട്ട് അങ്ങനെയാണ് മുട്ട വിരിയുന്നത്. കുറഞ്ഞത് ഒരു 40 മുട്ടയെങ്കിലും ഒരു വർഷത്തിലിടും മുട്ട. അപ്പൊ അത് വിരിയുമ്പോ അതിന് മണ്ണ് മാന്തും. പരമാവധി അവൻ 40 രക്ഷപ്പെടണമെന്നില്ല. ഇത് കഴിക്കാനായിട്ട് നമുക്ക് ലെപ്പേർഡ് അടക്കം വന്നിട്ടുണ്ട്. ഈ മുട്ടയുടെ സ്മെല്ല് കിട്ടിയതിന് ശേഷം ഇല്ലല്ല, ഇത് രാത്രിയാണ്, ലാസ്റ്റ് നൈറ്റ് ആണ്. മിക്കവാറും ലെപ്പേർഡ് വരും, കീരികൾ വരും, പിന്നെ വൈൽഡ് ബോർ. ഈ മൂന്നുമാണ്. അതുകൊണ്ടാണ് ഇത്രയും താത്തി വെക്കുന്നത് 1.5 മീറ്റർ. അതാണ് ഏറ്റവും വലിയ ശത്രുക്കള്. അതായത് ഇതിന്റെ മുട്ട കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ലെപ്പേർഡ്, നമ്മുടെ വൈൽഡ് ബോർ, കാട്ടുപന്നി, പിന്നെ കീരികൾ, ഇങ്ങനെയാണ് ഇതിന്റെ മുട്ട കഴിക്കുന്നത്. അപ്പോൾ പരമാവധി ഇത് എടുത്തിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രി വന്ന് കടന്നിട്ടുള്ള ഒരു അടയാളങ്ങളാണ് ഈ കാണപ്പെടുന്നത്. ഇതിന്റെ മുതലയുടെ ശരീരത്തിലുള്ള പാടുകൾ, ശരീരത്തിന് വയറിന്റെ ഒരു ഭാഗമാണ്. ഇറങ്ങിപ്പോയ വഴിയാണ് ആ കാണുന്നത്. അവിടുന്ന് അത്ര കയറ്റം അങ്ങനെ കയറുമല്ലേ?